ഹായ്. അപ്പം അങ്ങനെ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി പാല് കാച്ചൽ. അപ്പം നല്ല സൂപ്പറായിട്ട് വീടെല്ലാം നല്ല ഫ്ലവറെല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാച്ചൽ പരിപാടി. അപ്പം ഒരു പുതിയ വീട് വെച്ച് വീട്ടിൽ കൂടുന്ന സമയത്ത് എല്ലാവരും ഒരു പാല് കാച്ചൽ ചടങ്ങും ഒരു ഗണപതി ഹോമം അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകളെല്ലാം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇവരെ രാവിലെ ഒരു 10 മണി ആ സമയത്താണ് പാല് കാച്ചലിൻ്റെ സമയം. അപ്പം അങ്ങനെ എല്ലാവരും വിളക്കും കിണ്ടിയും താലങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അപ്പം അടുക്കളയിൽ എല്ലാം കൊണ്ടുവച്ച് ഇവരെ വിളക്കെല്ലാം ഇവരെ അടുക്കളയിലാണ് വെക്കുക. അങ്ങനെ എല്ലാ സാധനങ്ങളെല്ലാം ആയിട്ട് എല്ലാവരും അമ്മയും മക്കളും കുടുംബങ്ങളും എല്ലാം കൂടിച്ചേർന്ന് അടുത്ത പരിപാടിയായ പാല് കാച്ചൽ ചടങ്ങ്. അപ്പം അങ്ങനെ പുതിയ പാത്രത്തിൽ പാല് മുറിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വെച്ചാൽ ഈ കുങ്കുമവും ഇതെല്ലാം ഇല്ലേ, ചന്ദനം അങ്ങനെയുള്ള ഇതെല്ലാം എടുത്തിട്ട് ഗ്യാസിൻ്റെ ഇതിൻ്റെ മേലെ എല്ലാം ഒന്നിങ്ങനെ പൊട്ട് തൊടുന്ന പോലെ ഇങ്ങനെ തൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂക്കളും എല്ലാം ഇട്ടിട്ട് നല്ല അലങ്കരിച്ചിട്ട് അങ്ങനെ അടിപൊളിയാക്കി. അങ്ങനെ പൂക്കളെല്ലാം ഇട്ടിട്ട് അലങ്കരിച്ച് അങ്ങനെ നല്ല സൂപ്പറാക്കിയിട്ടാണ് ഇവരെ പാല് കാച്ചൽ ചടങ്ങ്. അങ്ങനെ രാവിലെ ഐശ്വര്യമായി ഗ്യാസെല്ലാം കത്തിച്ച് എന്നിട്ട് പാല് അങ്ങനെ അടുപ്പത്ത് വെച്ച്. അപ്പം ഇനി ഇതിങ്ങനെ തിളച്ച് തൂവണം. അപ്പം അതുവരെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പാല് തിളച്ച് തൂവി പുറത്തേക്ക് ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയായപ്പോൾ നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു, നമ്മളെ നാടൻ സദ്യ. പിന്നെ ഗോതമ്പ് പായസവും. അപ്പോൾ അതെല്ലാം കൂട്ടി നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബൈ.